വിശുദ്ധ സത്യവേദ പുസ്തകം തലമുറകൾക്ക് പ്രചോദനവും ജീവിത ദർശനവും നൽകിക്കൊണ്ടിരിക്കുന്ന വിശുദ്ധ ഗ്രന്ഥമാണ്. വിശുദ്ധ വേദപുസ്തകത്തിലെ ഓരോ ഭാഗവും വളരെ പ്രധാനപ്പെട്ടതാണ്. അതിൽ ഏറ്റവും അധികം പേർ വായിക്കുകയും ധ്യാനിക്കുകയും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്യുവാൻ ശ്രമിക്കുന്ന ഒരു ഭാഗമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ജ്ഞാനിയായ ശലോമോനാൽ ലിഖിതം എന്ന് വിശ്വസിക്കപ്പെടുന്ന ഈ വേദഭാഗത്തിൻ്റെ ഓരോ വാക്യങ്ങളും ഓരോ വാക്കുകളും ഇന്നും വളരെ പ്രസക്തമായ യാഥാർത്ഥ്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ സദൃശവാക്യ പുസ്തകത്തിൻ്റെ ക്രമമായ ഒരു പഠനം നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇന്നിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നേരിടുവാൻ ശക്തി പകരുന്ന, പ്രചോദനം പകരുന്ന അനുഭവമാകും. ആ അനുഭവം നമുക്കെല്ലാവർക്കും അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സദൃശവാക്യങ്ങളുടെ പുസ്തകം ആരംഭിക്കുന്നത് ഇസ്രായേൽ രാജാവായി ദാവീദിൻ്റെ മകനായ ശലോമോൻ്റെ സദൃശവാക്യങ്ങൾ എന്ന് രേഖപ്പെടുത്തിയാണ്. ആരാണ് ദാവീദ്? ആരാണ് ശലോമോൻ? ഒരുപക്ഷെ അധികം പേർക്കും അറിയാമായിരിക്കുമെങ്കിലും അവരെക്കുറിച്ച് ചുരുക്കമായി നാം ഒന്ന് ചിന്തിക്കുന്നത് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ പശ്ചാത്തലത്തെ തിരിച്ചറിയുവാൻ സഹായിക്കുന്ന അനുഭവമാണ്. തലമുറകൾ കൈമാറി വന്ന ചെറു വിജ്ഞാനത്തിൻ്റെ വാക്കുകൾ, അവ ഓരോന്നായി നാം പഠിക്കുമ്പോൾ ഒരു തലമുറയുടെ നീതിബോധത്തെയും സത്യബോധത്തെയും നൈതിക ബോധത്തെയും നിർണയിക്കുന്നതിൽ വളരെ പങ്കുവഹിച്ച ഈ സദൃശവാക്യങ്ങളുടെ പഠനം ശ്രദ്ധേയമാണ്. നേർവഴി കാട്ടുവാൻ, നേരായ വഴിയിലൂടെ നടക്കുന്നതിന് പ്രയാസങ്ങളുണ്ടാകുമ്പോൾ തിരുത്തുവാൻ, ശരി വഴിയിലേക്ക് മടക്കിക്കൊണ്ടുവരുവാൻ സദൃശവാക്യങ്ങൾ വഹിച്ച പങ്ക് ചെറുതല്ല. ലോകത്തിൻ്റെ ചിന്തകൾക്ക് തന്നെ മാറ്റമുണ്ടാകുമ്പോഴും ആ മാറ്റത്തിൻ്റെ ഗതിയെ യാത്ര ചെയ്യുമ്പോഴും ശരിഗതിയിലേക്ക് തിരികെ വരുവാൻ സദൃശവാക്യങ്ങൾ നൽകുന്ന ആഹ്വാനം വളരെ ശ്രദ്ധേയമാണ്. അതുകൊണ്ട് തന്നെ ദൈവപ്രതീക്ഷകളുടെയും ദൈവ മനസ്സിൻ്റെയും നേർരൂപമാണ് സദൃശവാക്യങ്ങൾ എന്ന് നമുക്ക് പറയാം. ദാവീദിനെയും ശലോമോനെയും ആദ്യം നാം പരിചയപ്പെടുമ്പോൾ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിലേക്ക് നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഒരു സാധാരണ ആട്ടിടയ കുടുംബത്തിലെ ഇളയ മക്കളിൽ ഒരാളായിരുന്നു ദാവീദ്. ദാവീദിൻ്റെ സിംഹാസനത്തിലേക്കുള്ള അവരോഹണം വളരെ ദുഷ്കരമായ യാത്രയിലൂടെ സംഭവിച്ചതാണ് എന്ന് നമുക്കറിയാം. ശമൂവേൽ പ്രവാചകൻ ശൗലിന് ശേഷമുള്ള രാജാവിനെ അഭിഷേകം ചെയ്യുവാൻ നിയുക്തനായി. അഭിഷേകം ചെയ്യുവാൻ എത്തേണ്ടത് ഇശായിയുടെ ഭവനത്തിലാണ് എന്നും പ്രവാചകൻ അറിയാം. ഇശായിയുടെ ഭവനത്തിൽ നിന്ന് ഇസ്രായേലിൻ്റെ അടുത്ത രാജാവുണ്ടാകും എന്ന് ശമൂവേൽ പറഞ്ഞപ്പോൾ മല്ലന്മാരായ, മിടുക്കന്മാരായ, സുന്ദരന്മാരായ മൂത്രപുത്രന്മാരിൽ ഒരാളായിരിക്കും തങ്ങളുടെ രാജ്യത്തിൻ്റെ അടുത്ത രാജാവ് എന്ന് അവർ കരുതി കാണണം. ഓരോരുത്തരെയായി ശമൂവേലിൻ്റെ മുന്നിൽ കൊണ്ടുവന്നു. മനുഷ്യദൃഷ്ടിയിൽ അവർക്കൊന്നും കുറവുകളും ഇല്ലായിരുന്നു. എന്നാൽ ഇതല്ല ദൈവനിയോഗം, ഇതല്ല ദൈവ തിരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് ഓരോരുത്തരെയായി മാറ്റി നിർത്തി. ഇനി ആരെങ്കിലുമുണ്ടോ? രാജയോഗ്യനായി വേറെ ആരും ഉണ്ടെന്ന് തോന്നുന്നില്ലെങ്കിലും അങ്ങ് ആട്ടിൻകൂട്ടത്തിൽ ആട്ടിൻപറ്റത്തെ മേയിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഇളയ മകനുണ്ട്. ശമൂവേൽ പറഞ്ഞു, അവനെ കൊണ്ടുവരിക. കോമളരൂപിയായ ദാവീദ് രാജാവിൻ്റെ മുന്നിലെത്തിയപ്പോൾ അവൻ്റെ തലയിൽ അഭിഷേക തൈലം പൂശിക്കൊണ്ട് ശമൂവേൽ പ്രവാചകൻ അടുത്ത രാജാവായി അവനെ നിയോഗിച്ചു. ആ ബാലൻ ആ പശ്ചാത്തലത്തിൽ തന്നെ വളർന്നു വരുമ്പോഴാണ് മല്ലനായ ഗോലിയാത്ത് ഇസ്രായേലിലെ എല്ലാ മല്ലന്മാരെയും പരാജയപ്പെടുത്തി വെല്ലുവിളിച്ചുകൊണ്ട് നിന്നത്. ദാവീദ് ഗോലിയാത്തിൻ്റെ മുന്നിലെത്തി. ഈ മല്ലനെ നേരിടുവാൻ എനിക്കാകും എന്ന് അവൻ പറഞ്ഞു. മല്ലന്മാർ ഉപയോഗിക്കുന്നതായിട്ടുള്ള
പട്ടാള വസ്ത്രങ്ങളൊക്കെ അവനെ ധരിപ്പിച്ചുവെങ്കിലും എനിക്കിതൊന്നും വേണ്ട എന്ന് പറഞ്ഞ് മാറ്റിവെച്ച് ഈ പട്ടാള വസ്ത്രങ്ങളോ ആയുധങ്ങളോ അല്ല, ജയം ലഭിക്കുന്നുവെങ്കിൽ അത് ദൈവം നൽകുന്ന ജയം മാത്രമായിരിക്കും എന്ന് പറയുവാനുള്ള ആഴമേറിയ ജ്ഞാനമുണ്ടായിരുന്ന മനുഷ്യനായിരുന്നു ദാവീദ്. 5 കല്ലുകളെടുത്തു, ഒരു കല്ല് കവിണയിൽ വെച്ചു, മലനായ ആ ഗോലിയാത്തിൻ്റെ നെറ്റി നോക്കി എറിഞ്ഞു. മല്ലൻ മറിഞ്ഞു വീണു. ജനം ആർത്തു വിളിച്ചു, ശൗൽ 1000 കൊന്നു, ദാവീദ് 10,000 കൊന്നു എന്നുള്ള വലിയ ആഹ്വാനം. അടുത്ത രാജാവ് ദാവീദാകും എന്ന ചിന്ത ശൗലിൻ്റെ മനസ്സിനെ മതിച്ചപ്പോൾ ശൗൽ ദാവീദിനെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചതും നമുക്കറിയാം. എന്നാൽ ഒടുവിൽ ഇസ്രായേലിൻ്റെ അടുത്ത രാജാവായി, ശൗലിൻ്റെ പിൻഗാമിയായി ദാവീദ് അവരോധിതനായി. ഈ സദൃശവാക്യങ്ങൾ എഴുതുന്ന വ്യക്തി ഈ ദാവീദിൻ്റെ മകനാണ്, ശലോമോൻ എന്നു പേരുള്ള മകൻ. ശലോമോൻ്റെ ജീവിതത്തെക്കുറിച്ച്, ശലോമോൻ്റെ ജീവിത യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച്, ശലോമോൻ ജ്ഞാനിയായതെങ്ങനെ എന്നതിനെക്കുറിച്ച് 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വളരെ വ്യക്തമായി രേഖപ്പെടുത്തുകയാണ്. ഗിബയോൻ, പൂജാഗിരികളുടെ പട്ടണമായ ഗിബയോൻ, ആരാധനാ തൽപരനായ ശലോമോൻ എന്ന ചെറുപ്പക്കാരൻ, ശമൂവേലിനാൽ അഭിഷിക്തനായ ദാവീദിൻ്റെ മകൻ, അവൻ ഗിബയോനിൽ നിരന്തരം പ്രാർത്ഥനയ്ക്കായി പോകുമായിരുന്നു. അങ്ങനെ ഗിബയോനിൽ പ്രാർത്ഥനയ്ക്ക് പോയ ശലോമോൻ ഹോമയാഗങ്ങൾ അർപ്പിച്ച് ദൈവത്തെ ആരാധിച്ച് ഉറങ്ങുവാനായി കിടന്നു. അന്ന് രാത്രി ഉറങ്ങുവാനായി കിടന്നപ്പോൾ 1 രാജാക്കന്മാരുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ 5-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു, യഹോവ രാത്രിയിൽ സ്വപ്നത്തിൽ അവന് പ്രത്യക്ഷനായി. എങ്ങനെയാണ് ജ്ഞാനം ലഭിക്കുക? ജ്ഞാനം ദൈവത്തിൻ്റെ ദാനമാണ്. യഹോവയായ ദൈവം സ്വപ്നത്തിൽ പ്രത്യക്ഷനാവുകയും ശലോമോനോട് സംസാരിക്കുകയും ചെയ്യുകയാണ്, സംവാദം ചെയ്യുകയും ചെയ്യുകയാണ്. ആ സംവാദത്തിൻ്റെ അനുഭവത്തിൻ്റെ മധ്യേ ശലോമോനോട് ദൈവശബ്ദം ചോദിച്ചതിങ്ങനെയാണ്, ആരാധനയ്ക്കായി കടന്നു വന്ന ശലോമോനെ, നീ ഒരു വരം ചോദിക്കുക, എന്ത് വരം തന്നെയായാലും ആ വരം നിനക്ക് ലഭിക്കും. സാധാരണ രീതിയിൽ ദൈവം നേരിട്ട് പ്രത്യക്ഷപ്പെട്ട് ഒരു വരം ചോദിച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ നാം എന്താവും പറയുക? ശത്രു സംഹാരത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം, ധനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം, മാനത്തെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം, ഇഹലോക അനുഗ്രഹങ്ങളുടെ ആഴങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ടാകാം. എന്നാൽ ശലോമോനെ നാം ജ്ഞാനി എന്ന് വിളിക്കുന്നതിന് ഈ ജ്ഞാനശേഖരണമായ സദൃശവാക്യങ്ങൾ അവനിൽ നിന്നുണ്ടാകുന്നതിന് കാരണഭൂതമായി തീർന്ന ഒരു പ്രതികരണം ശലോമോനിൽ നിന്ന് ഉണ്ടായി. ശലോമോൻ ആദ്യം ദൈവത്തിന് നന്ദി പറഞ്ഞു. എന്തിനു വേണ്ടി? തൻ്റെ അപ്പനായ ദാവീദിനു വേണ്ടി. ദാവീദിനു വേണ്ടി നന്ദി പറയുമ്പോൾ ശലോമോൻ പറയുന്നത് ഇതാണ്, സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും നിൻ്റെ മുമ്പാകെ നടക്കുവാൻ അവന് നൽകിയ മഹാകൃപ. അപ്പനെക്കുറിച്ച് നല്ലത് മാത്രം പറയുവാൻ കഴിയുന്ന ഒരു മകൻ അവൻ്റെ അപ്പൻ്റെ ജീവിതത്തെ സ്വാംശീകരിച്ചത് ഇങ്ങനെയാണ്, ദൈവമേ, നീ അവന് നൽകിയ മഹാകൃപ സത്യത്തോടും നീതിയോടും ഹൃദയപരമാർത്ഥതയോടും നിൻ്റെ മുമ്പാകെ നടക്കുവാൻ അവനെ സഹായിച്ചു. സദൃശവാക്യങ്ങളുടെ പുസ്തകം മുഴുവനും നാം പഠിക്കുമ്പോൾ വളരെ ആഴമേറിയ അർത്ഥതലങ്ങളിൽ ഉപയോഗിച്ചിരിക്കുന്ന 3 പദങ്ങളാണ് ഈ സംഭാഷണത്തിൽ നാം കാണുന്നത്: സത്യം, നീതി, ഹൃദയപരമാർത്ഥത. അതിനുശേഷം വലിയൊരു സാമ്രാജ്യത്തിൻ്റെ, ഐക്യസാമ്രാജ്യത്തിൻ്റെ 12 ഗോത്രങ്ങളുടെ അധിപനാണ് താനെങ്കിലും വളരെ വിനയത്തോടെ ദൈവതിരുസന്നിധിയിൽ ശലോമോൻ ഏറ്റുപറയുകയാണ്, ദൈവമേ, ഞാനോ ഒരു ബാലനത്രേ, കാര്യപ്രാപ്തി ഇല്ലാത്തവനാണ് ഞാൻ. അവൻ്റെ മഹാവിനയം. സദൃശവാക്യങ്ങളുടെ പുസ്തകം പഠിക്കുവാൻ നാം ആരംഭിക്കുമ്പോൾ ആ പഠനത്തിൻ്റെ മധ്യേ അനേകം ആവർത്തി
ലോകത്തിൻ്റെ സ്വഭാവമായ അഹങ്കാരവും ദൈവമക്കളുടെ സ്വഭാവമായ വിനയവും തമ്മിലുള്ള താരതമ്യ പഠനങ്ങളിലേക്ക് നാം ഇറങ്ങിച്ചെല്ലുമ്പോൾ അതിൻ്റെ വേരുകൾ ശലോമോൻ്റെ ഗ്രന്ഥകർത്താവിൻ്റെ സ്വഭാവ സവിശേഷതയാണ് എന്ന് നാം തിരിച്ചറിയുന്നു. അവൻ പറഞ്ഞു, നീ തിരഞ്ഞെടുത്ത വലിയ ജനത്തെ നയിക്കുവാനുള്ള കാര്യപ്രാപ്തി എനിക്കില്ല. അവരുടെ മധ്യേ ഞാനായിരിക്കുമ്പോൾ ഈ ജനത്തെ നേരോടെ നയിക്കണമെങ്കിൽ, നീതിയോടെ നയിക്കണമെങ്കിൽ, സത്യത്തിൽ നയിക്കണമെങ്കിൽ, ഹൃദയപരമാർത്ഥതയോടെ നയിക്കണമെങ്കിൽ എനിക്ക് ഈ വരമാണ് വേണ്ടത്. കാതുകൂർപ്പിച്ച ദൈവതിരുസന്നിധിയിൽ വളരെ വിനയത്തോടെ ശലോമോൻ തൻ്റെ ആവശ്യമറിയിച്ചു. ഗുണവും ദോഷവും തിരിച്ചറിഞ്ഞ് നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ വിവേകമുള്ളൊരു ഹൃദയത്തെ എനിക്ക് തരണമേ. അതുകൂടാതെ നിൻ്റെ ജനത്തിന് ന്യായപാലനം ചെയ്യുവാൻ കഴിയുകയില്ലല്ലോ. ശ്രദ്ധേയമാണ് ഈ പ്രാർത്ഥന. എവിടെ നിന്നാണ് ശലോമോൻ്റെ ഈ ജ്ഞാനമുണ്ടായത്? ജ്ഞാനത്താൽ നിറയപ്പെട്ട സദൃശവാക്യങ്ങളിലെ ഓരോ ഉപദേശങ്ങളും എവിടെ നിന്ന് രൂപപ്പെട്ടു? അത് ദൈവത്തിൻ്റെ വലിയ വരദാനം ആയി മാറിയതെങ്ങനെ? നിനക്ക് ഞാൻ എന്തു ചെയ്യേണ്ടു, ഏത് വരമാണ് ആവശ്യം എന്ന് ചോദിച്ച് ദൈവതിരുസന്നിധിയിൽ നിന്ന ശലോമോൻ്റെ മറുപടി ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള കഴിവ്. വിവേകമെന്നതിന്, ജ്ഞാനമെന്നതിന്, പരിജ്ഞാനമെന്നതിന് ശലോമോൻ വളരെ വ്യക്തമായ ഉത്തരം നൽകുകയാണ്. ഈ ലോകത്ത് ജീവിക്കവേ, ഈ ലോകത്തിൻ്റെ വഴികളിലൂടെ, തിന്മയുടെ വഴികളിലൂടെ ഒരുപാട് രാജാക്കന്മാർ ജീവിക്കുകയും ഒരുപാട് ന്യായാധിപന്മാർ ജീവിക്കുകയും അവർ ദൈവത്തിന് അനിഷ്ടമായത് ചെയ്ത് അവർക്കും തലമുറകൾക്കും ദോഷമായി ഭവിച്ചു എന്ന് മാത്രമല്ല, അത് ദേശത്തിനും രാജ്യങ്ങൾക്കും ദോഷമായി മാറിയതുപോലെ സംഭവിക്കാതിരിക്കണമെങ്കിൽ അടിസ്ഥാനപരമായി എനിക്ക് വേണ്ടുന്ന ദൈവിക വരദാനം ഇതാണ്: ഗുണവും ദോഷവും തിരിച്ചറിയുവാനുള്ള കഴിവ്. ശരിയേത് തെറ്റേത് എന്ന് വേർതിരിച്ചറിയുകയും വിവേചിച്ചറിയുകയും ചെയ്യുവാനുള്ള കഴിവ്. ആ കഴിവുണ്ടെങ്കിൽ മാത്രമേ ഈ ജനത്തെ നേരോടെ വിധിക്കുവാനായി, നേരോടെ ഭരിക്കുവാനായി, നേരോടെ നടത്തുവാനായി കഴിയുകയുള്ളൂ. സദൃശവാക്യങ്ങൾ ഒറ്റ വാക്കിൽ എന്താണ് എന്ന് ചോദിച്ചാൽ, ശരിയും തെറ്റും ഏത് എന്ന് തിരിച്ചറിയുവാൻ, ശരിയും തെറ്റും എങ്ങനെ തിരിച്ചറിയും എന്ന് മനസ്സിലാക്കുവാൻ ശലോമോൻ തൻ്റെ ജീവിതാനുഭവത്തിലൂടെ സ്വാംശീകരിച്ച ഈ അനുഗ്രഹ അനുഭവങ്ങളെ ചെറു വാചകങ്ങളായി, ചെറു സംഹിതകളായി, ചെറു വാക്യങ്ങളായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിച്ചിരിക്കുന്ന യാഥാർത്ഥ്യമാണ്. എന്തിനു വേണ്ടി? എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവ നിയോഗം ഈ ജനത്തിന് ന്യായപാലനം ചെയ്യുവാനാണ്. വീണ്ടും വളരെ ശ്രദ്ധേയമായ ഒരു വാക്ക്. അനേകം ഭരണകൂടങ്ങൾ, ഭരണാധിപന്മാർ ഭീകരതയുടെ നൂതന രൂപങ്ങളായി മാറുമ്പോൾ ഏതു തരത്തിലും സ്വന്തം കീശ വീർപ്പിക്കുവാനുള്ള ശ്രമത്തിൻ്റെ മധ്യേ സ്വന്തമായവരുടെ ജീവിത സാഹചര്യങ്ങളെ മെച്ചപ്പെടുത്തുവാനുള്ള ശ്രമത്തിൻ്റെ മധ്യേ വ്യത്യസ്തമായി നിൽക്കുന്നൊരു വാക്ക്. ഒരു രാജാധികാരിയുടെ, രാജ്യത്തിൻ്റെ അധികാരമുള്ളവൻ്റെ അടിസ്ഥാനപരമായ നിയോഗം ന്യായ പരിപാലനമാണ്. ആ തിരിച്ചറിവ്, ന്യായപരിപാലനം എങ്ങനെയെന്നുള്ളതിൻ്റെ തിരിച്ചറിവ്, ന്യായപരിപാലനത്തിന് താൻ ഉപയോഗിച്ചതായിട്ടുള്ള വിജ്ഞാനത്തിൻ്റെ മുത്തുകൾ തലമുറകൾക്ക് ഉപയോഗപ്രദമാകും വിധം ശേഖരിച്ചു വയ്ക്കുന്നതിൻ്റെ അനുഭവം, അതാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. എങ്ങനെയാണ് ശരിയും തെറ്റും തിരിച്ചറിയുക? എങ്ങനെയാണ് ഗുണവും ദോഷവും തിരിച്ചറിയുക? എങ്ങനെയാണ് ന്യായപാലനം യാഥാർത്ഥ്യമാവുക? ഒരൊറ്റ പ്രാർത്ഥന, ഒരു വരദാനം ചോദിച്ചതിനുത്തരം അവൻ പറഞ്ഞു, വിവേകമുള്ള ഒരു ഹൃദയം എനിക്ക് തരണമേ. ബുദ്ധിയുള്ളൊരു ഹൃദയം, ജ്ഞാനമുള്ളൊരു ഹൃദയം, വിവേകമുള്ളൊരു ഹൃദയം. വിവേകമെന്ന ഈ പദം
വേദപുസ്തകത്തിൻ്റെ വ്യത്യസ്തങ്ങളായ അനുഭവങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നൊരു പദം, സദൃശവാക്യ അനുഭവത്തിൽ ശ്രദ്ധേയമായൊരു പദം. നാം ആ പദത്തെക്കുറിച്ച് ആഴമായി വീണ്ടും പഠിക്കും. എങ്കിലും ഈ പ്രാർത്ഥനയാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ നിദാനം. ദൈവം അവൻ്റെ ഉത്തരം കേട്ടു. ദൈവത്തിന് വളരെ പ്രസാദമുണ്ടായി. അതിന് കാരണവും നാം വായിക്കുന്നു. കാരണം ശലോമോൻ സാധാരണ പ്രതീക്ഷിക്കപ്പെടുന്നത് പോലെ ദീർഘായുസ്സോ സമ്പത്തോ ശത്രു സംഹാരമോ ചോദിക്കാതെ വിവേകമുള്ള ഒരു ഹൃദയം ചോദിച്ചതുകൊണ്ട് ദൈവം അവന് ദൈവത്തിൻ്റെ വരദാനമായി വിവേകമുള്ള ഒരു ഹൃദയത്തെ നൽകി. നീ ചോദിച്ചതുപോലെ, നീ ആഗ്രഹിച്ചതുപോലെ വിവേകം ഉള്ളൊരു ഹൃദയം ഞാൻ നിനക്ക് തരുന്നു. എന്നാൽ ആ അനുഗ്രഹത്തിന് ഒരു മറുവശം കൂടി ഉണ്ടായിരുന്നു. നീ സമ്പത്തും മാനവും മഹത്വവും ചോദിച്ചില്ല എങ്കിൽ പോലും നിനക്ക് ഞാൻ സമ്പത്തും മാനവും മഹത്വവും ദാനമായി നൽകുന്നു. രാജാക്കന്മാരുടെ ചരിത്രത്തിൽ ഇതുവരെ ശലോമോനെ പോലെ ജ്ഞാനിയായ ഒരു രാജാവ് ഉണ്ടായിട്ടില്ല. ഒരുപടി കൂടി കടന്ന് ദൈവാനുഗ്രഹം അതിൻ്റെ ആഴങ്ങളിലെത്തിയത് ഇനിയും തലമുറകളിൽ അനേകം രാജാക്കന്മാരുണ്ടായാലും ശലോമോനെ പോലെ ജ്ഞാനിയായ മറ്റൊരു രാജാവ് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് ശലോമോന് ലഭിച്ചതായിട്ടുള്ള ഈ ജ്ഞാനം, ശരിതെറ്റുകളെ തിരിച്ചറിയുവാനുള്ള പരിജ്ഞാനം, നീതിയും അനീതിയും വേർതിരിച്ചറിയുകയും നീതിയുടെ മാർഗത്തിലൂടെ രാജഭരണം സാധ്യമാക്കുകയും ചെയ്യുവാനുള്ള ആ വലിയ ആഹ്വാനം, അതാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൽ ഓരോരോ ചെറുവാക്കുകളായി, ഓരോരോ ചെറുവാക്യങ്ങളായി, ഓരോരോ ചെറു ഖണ്ഡികകളായി നമ്മുടെ മുമ്പാകെ അവതരിപ്പിക്കുന്നത്. ജീവിതത്തിലെ വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങൾ, ഞാനും നിങ്ങളും ഇന്നും അഭിമുഖീകരിക്കുവാൻ സാധ്യതയുള്ള ജീവിത സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങൾ മുൻവെച്ചതിന് ശേഷം ഈ സാഹചര്യ യാഥാർത്ഥ്യങ്ങളുടെ മധ്യേ എങ്ങനെയാണ് പ്രതികരിക്കുക? ആ സാഹചര്യങ്ങൾ, പ്രതിസന്ധികൾ വലിയൊരു പൂട്ടായി നമ്മുടെ മുമ്പാകെ നിൽക്കുമ്പോൾ ആ പൂട്ട് തുറന്ന് പരിഹാരം കണ്ടെത്തുവാനുള്ള ഉത്തരത്തിൻ്റെ താക്കോലായി പലപ്പോഴും സദൃശവാക്യങ്ങൾ മാറാറുണ്ട്. ദൈവത്തിൻ്റെ വരദാനമാണ് ഈ പരിജ്ഞാനം. അതുകൊണ്ട് തന്നെ ശലോമോന് ദൈവത്തിൽ നിന്ന് ലഭിച്ച ദാനമായ സദൃശവാക്യങ്ങൾ തലമുറകൾക്ക് പകർന്നു നൽകി ആ ദൈവത്തിൻ്റെ വരദാനം എൻ്റെയും നിങ്ങളുടെയും കരങ്ങളിലെത്തുന്ന, എൻ്റെയും നിങ്ങളുടെയും പഠനത്തിന്, ചിന്തയ്ക്ക് വിധേയമാകുന്ന അനുഭവമാണ് സദൃശവാക്യങ്ങളുടെ പുസ്തകം. ജ്ഞാനവും വിവേകവും ദൈവം രാജഭരണത്തിന് ഉപയോഗിക്കുന്നത് തലമുറകൾക്ക് വേണ്ടിയുള്ള യാഥാർത്ഥ്യമാണ്. ഒരു വശത്ത് ലോകത്തിൻ്റെ ജ്ഞാനം, മറുവശത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം. ഇത് തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ലോകത്തിൻ്റെ ജ്ഞാനം സ്വാർത്ഥത മാത്രം അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ ദാനം എപ്പോഴും അപരൻ്റെ നന്മയെക്കൂടി കാംക്ഷിക്കുന്ന അനുഭവമാണ്. ലോകത്തിൻ്റെ ജ്ഞാനം വ്യക്തിയുടെ നന്മ മാത്രം ചിന്തിക്കുമ്പോൾ ദൈവത്തിൻ്റെ ജ്ഞാനം സമൂഹത്തിൻ്റെ ദൈവരാജ്യ രൂപീകരണ അനുഭവത്തിൻ്റെ മധ്യേ ഏവരുടെയും സർവസൃഷ്ടിയുടെയും നന്മയെ കാംക്ഷിക്കുന്ന അനുഭവമാണ്. അതുകൊണ്ട് തന്നെ ദൈവിക പരിജ്ഞാനത്തിൻ്റെ പ്രതിരൂപങ്ങളായ ഈ ഓരോ സദൃശവാക്യവും നാം ഒരുമിച്ച് പഠിക്കുവാനായി ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഓരോ വാക്കുകളുടെയും ആഴമായ അർത്ഥതലങ്ങളുടെ സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുവാനായി ശ്രമിക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാണ്. സുവിശേഷത്തിൻ്റെ പശ്ചാത്തലത്തിൽ എങ്ങനെയാണ് സദൃശവാക്യങ്ങൾ സാർത്ഥകമാകുന്നത് എന്ന ചിന്ത കൂടി ഈ ആദ്യ പഠനത്തിൽ അനിവാര്യമാണ്. ഒന്നാം വാക്യത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന 2 പദങ്ങൾ, ഇസ്രായേലിൻ്റെ രാജാവ്, ദാവീദിൻ്റെ മകൻ, ഇത് രണ്ടും മശിഹ സങ്കല്പങ്ങളുമായി വളരെ അടുത്ത് നിൽക്കുന്ന 2 പദങ്ങളാണ്. ദാവീദിൻ്റെ മകൻ, ദാവീദിൻ്റെ പുത്രൻ, അത് കർത്താവായ യേശുക്രിസ്തുവുമായി വളരെ ചേർന്ന് ഉപയോഗിക്കപ്പെട്ട ഒരു പദവുമാണ്.
പരിപാലകനായി, ന്യായപാലകനായി, വീണ്ടെടുപ്പുകാരനായി ദാവീദ് ഇസ്രായേലിൻ്റെ രാജാവായിരുന്നുവെങ്കിൽ സർവ്വലോകത്തിൻ്റെയും രാജ്യത്വത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് വഴികാട്ടുന്ന യേശു കർത്താവ്. അതുകൊണ്ട് തന്നെ സദൃശവാക്യങ്ങളുടെ സൂചിക ഒരു പഴയ നിയമ പഠനമാണെങ്കിൽ പോലും സുവിശേഷവുമായി ആഴമായി ബന്ധപ്പെട്ടിരിക്കുന്ന യേശുവിൻ്റെ ജീവിതവും പഠിപ്പീരും രീതികളുമായി ആഴമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദാവീദ് പുത്രൻ കാലാന്തരങ്ങളിൽ അതിശക്തമായ അർത്ഥതലങ്ങൾ ലഭിച്ച ഒരു പദം. വഴിയോരത്തിരുന്ന് അന്ധനായ മനുഷ്യൻ യേശു നടന്നു പോകുന്നു എന്ന് വർത്തമാനം കേട്ട് നിലവിളിക്കുകയാണ്, ദാവീദ് പുത്ര, എന്നോട് കരുണയുണ്ടാകണമേ. അത്തരത്തിലുള്ള ഒരു ഘട്ടത്തിൽ വഴിയോരത്ത് നിന്ന് നിലവിളിച്ച ഈ മനുഷ്യനോട് സർവരും മിണ്ടാതിരിക്കുവാൻ പറയുമ്പോൾ യേശു നിന്നു. ആ മനുഷ്യനെ നോക്കി അവൻ്റെ അരികിലെത്തി അവന് കാഴ്ച നൽകി പുത്തൻ ആരംഭം അവൻ്റെ ജീവിതത്തിന് നൽകുമ്പോഴാണ് ദാവീദിൻ്റെ പുത്രൻ നമ്മുടെ മുന്നിൽ വയ്ക്കുന്ന ഈ സദൃശവാക്യങ്ങളുടെ സാധ്യതകളുടെ ആഴങ്ങൾ നാം കാണുന്നത്. ഇതുപോലെ നിലവിളിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും, കണ്ണുനീരിലായിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും, അന്ധതയുടെ അനുഭവത്തിലായിരിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും, സഹായഹസ്തം തേടി നിലവിളിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ചുറ്റും. സാധാരണ രീതിയിൽ എല്ലാവരും അവനോട് പറയുന്നത് മിണ്ടാതിരിക്കുക, നിൻ്റെ വേദന, നിൻ്റെ പ്രയാസം, നിൻ്റെ കഷ്ടത, നിൻ്റെ കണ്ണുനീര് കാണുകയല്ല ഈ നടന്നു പോകുന്നവനായ ഇസ്രായേലിൻ്റെ രാജാവായി പിറന്നവൻ്റെ ജീവിതത്തിൻ്റെ ഉദ്ദേശം. എന്നാൽ സദൃശവാക്യങ്ങൾ എന്താണ്? അത് ഓരോ ജീവിതഘട്ടങ്ങളിലും എങ്ങനെ പ്രതികരിക്കണം എന്നതിന് ഒരു ഉത്തമമായ ഉദാഹരണമാണ്. ദാവീദ് പുത്രൻ്റെ പ്രതികരണം ദാവീദിൻ്റെ പുത്രൻ നമുക്ക് എഴുതിത്തരുന്ന സദൃശവാക്യങ്ങളുടെ ജീവിക്കുന്ന ഉദാഹരണമായി മാറുന്നത് നാം ശ്രദ്ധിക്കുമ്പോഴാണ് യേശുവിൻ്റെ സ്വഭാവം നമ്മിലും ഉണ്ടാകണമെങ്കിൽ ഈ സദൃശവാക്യ സ്വഭാവം എൻ്റെയും നിങ്ങളുടെയും ജീവിതഭാവമാകണം. വേദനിക്കുന്നവനെ കണ്ടിട്ട് നിൽക്കുന്ന ആ മനസ്സ്, അരികിലേക്ക് വിളിക്കുവാൻ ക്ഷണിക്കുന്ന ആ മനസ്സ്, അവൻ്റെ അന്ധത, ആ അന്ധതയ്ക്ക് പരിഹാരം കാണുവാൻ കഴിയുന്നതാണെങ്കിൽ കാണുകയും കാണുവാനുള്ള ശക്തി അവന് നൽകുകയും അവൻ്റെ നാളുകൾ ശോഭിതവും ശോഭനവുമാകുവാനായി അവനെ സഹായിക്കുകയും ചെയ്യുന്ന അനുഭവങ്ങൾ. അതുകൊണ്ട് ദാവീദിൻ്റെ പുത്രനായ, ഇസ്രായേലിൻ്റെ രാജാവായ, ശമൂവേലിനാൽ അഭിഷിക്തനായവൻ്റെ മകൻ്റെ ഈ വാക്കുകൾ, ശലോമോൻ്റെ ഈ വാക്കുകൾ ഓരോന്നായി നാം പഠിക്കുമ്പോൾ, ആ വാക്കുകളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, ആ വാക്കുകളുടെ പശ്ചാത്തലങ്ങളെ മനസ്സിലാക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ, ഇന്നിൻ്റെ ലോകത്ത് നാം സദൃശവാക്യങ്ങൾ വായിക്കുന്നത് എന്തിന് എന്ന ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നും സത്യവും നീതിയും ഹൃദയപരമാർത്ഥതയും നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനിവാര്യമാണ്. വ്യത്യസ്തങ്ങളായ ജീവിത പശ്ചാത്തലങ്ങളിൽ, വ്യത്യസ്തങ്ങളായ ജീവിത സാഹചര്യങ്ങളിൽ നാം ചെന്ന് നിൽക്കുമ്പോൾ സദൃശവാക്യങ്ങളുടെ പുസ്തകത്തിൻ്റെ ഓരോ വാക്കുകളും അർത്ഥവത്താകുന്നു. വ്യത്യസ്തങ്ങളായ സദൃശവാക്യങ്ങളാകാം ഓരോ ഘട്ടങ്ങളിലും നമുക്ക് ആവശ്യം. വ്യത്യസ്തമായ സദൃശവാക്യ പശ്ചാത്തലങ്ങളിലേക്കാകാം ഓരോ ഘട്ടങ്ങളിലും നാം ചെന്നു പോവുക. അതുകൊണ്ട് ഈ പഠനം സദൃശവാക്യങ്ങളെ ഓരോന്നായി എടുത്തു പഠിക്കുകയും ആ സദൃശവാക്യങ്ങളുടെ അർത്ഥതലങ്ങളുടെ ആഴങ്ങൾ ഇന്ന് നമ്മുടെ ജീവിത പ്രതികരണങ്ങളിൽ, നമ്മുടെ നൈതിക ബോധത്തിൽ, നമ്മുടെ ദിശാബോധത്തിൽ, നമ്മുടെ ന്യായ ജീവിതത്തിൽ, നമ്മുടെ സത്യാന്വേഷണത്തിൽ എത്ര സാർത്ഥകമാണ്, എത്ര അനിവാര്യമാണ് എന്ന് ചിന്തിക്കുകയും ചെയ്യുന്ന അനുഭവം. ആ അനുഭവത്തിൽ എപ്പോഴും ഒരളവുകോലായി ദാവീദിൻ്റെ പുത്രൻ, ഇസ്രായേലിൻ്റെ രാജാവ് യേശുവിലേക്ക് നാം തിരിഞ്ഞു നോക്കിക്കൊണ്ടേയിരിക്കും. യേശുവിൻ്റെ ജീവിതം നമുക്ക് മാതൃകയാകണമെങ്കിൽ സദൃശവാക്യങ്ങളുടെ പുസ്തകം എങ്ങനെ നമ്മെ സഹായിക്കുന്നു? ഓരോ സദൃശവാക്യങ്ങളും ദൈനംദിന ജീവിതത്തിൽ നമുക്കെങ്ങനെ സഹായിയായി, വഴികാട്ടിയായി മാറുന്നു?
അതാകും ഈ പഠനത്തിൻ്റെ ഉദ്ദേശം. ഓരോ സദൃശവാക്യങ്ങളിലേക്കും നാം തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥന ഇതാകട്ടെ: ദൈവമേ, തലമുറകൾ കൈമാറി ഞാൻ കേട്ട ഈ സദൃശവാക്യം അടുത്ത തലമുറകൾക്ക് കൈമാറുന്നതിനപ്പുറമായി എൻ്റെ ഇന്നിൻ്റെ ജീവിതത്തെ, എൻ്റെ സമൂഹത്തിൻ്റെ ഇന്നിൻ്റെ ജീവിതത്തെ ഇന്നായിരിക്കുന്നതിനേക്കാൾ ദൈവരാജ്യത്തിൻ്റെ അളവുകോളിൽ മെച്ചമാക്കുവാൻ കഴിയുന്ന രീതിയിൽ എങ്ങനെയെങ്കിലും ഉപയുക്തമാക്കുവാൻ കഴിഞ്ഞാൽ അതിന് എന്നെ ഒരുക്കണമേ, ശക്തിപ്പെടുത്തണമേ എന്ന പ്രാർത്ഥനയോടെ ഈ പഠനങ്ങളുടെ ആഴങ്ങളിലേക്ക് നമുക്കൊരുമിച്ച് യാത്ര ചെയ്യാം.